ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ രാജ്മ പയർ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു കറിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രാജ്മ പയർ അല്ലെങ്കിൽ കിഡ്നി ബീൻസ് എന്ന് ഇതിന് പറയാറുണ്ട്. ഇത് ഞാനൊരു 8 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വേവുള്ളൊരു പയറാണിത്. അപ്പോൾ നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൈസസും കൂടെ ചേർക്കാം. ഒരു 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കപ്പ് രാജ്മ പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊരു 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് വേവായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു സ്റ്റൗവിൽ ഒരു പാന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചെടുത്തതും പിന്നെ ഒരു 2 പച്ചമുളക് നെടുകെ കീറി ഒന്ന് മുറിച്ചെടുത്തതും കൂടെ ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടി ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടിയാണ്, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികളുടെയും പച്ചച്ചുവന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു തക്കാളി മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി തൊലി കളഞ്ഞിട്ട് വേണമെങ്കിലും അരക്കാം, അല്ലെങ്കിൽ തൊലിയോടെ കൂടെ തന്നെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ തക്കാളിയുടെ പച്ചച്ചുവയൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വേവായ പയറാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളത്തോടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക, എങ്കിലേ കറി ഉണ്ടാവുള്ളൂ. ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടത് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ കറി ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. ഇനി അടുത്ത നല്ല ഈസി ആയിട്ടുള്ള പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.